ഹലോ, രാവിലെ ഞാൻ എണീച്ചിട്ടില്ല. ഒരു സംഭവം കാണിക്കാം. പിന്നെ ഞാൻ നമ്മുടെ ലൈറ്റ് ഓഫ് ആക്കാൻ പോകുന്നതാണോ. രാവിലെ എണീച്ചിട്ട് ലൈറ്റ് ഓഫ് ആക്കുന്നത്, വൈകുന്നേരം ലൈറ്റ് ഇടുന്നതും ഓഫാക്കും. നമ്മുടെ പോസ്റ്റൽ ലൈറ്റ് സ്ഥലത്തുള്ള നമ്മളെ വീടിനടുത്തുള്ള അത് ഓഫാക്കലിടലും എൻ്റെ ജോബായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നത് ഞാനാണാവോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പോസ്റ്റിന് ലൈറ്റ് ഓഫാക്കി ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അത് കാണിക്കാനാണാവോ. അപ്പോൾ അത് ഈ സ്ഥലം, ഇത് എൻ്റെ വീടിൻ്റെ മുറ്റമാണ്. അപ്പോൾ അത് ഈ കാണുന്ന ആ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് വായിച്ചു. അവിടെ ഞാൻ 3 കവുങ്ങ് നട്ടായിരുന്നു, നമ്മൾ അടുക്കാൻ്റെ കവുങ്ങ്. ബട്ട് അതിൻ്റെ ഒരു തരി പോലും കാണുന്നില്ല വായിച്ചു. അത് ഇവിടെ പോയി നോക്കിയത്, അതിൻ്റെ വേരോട് അളിപ്പോയി. പിന്നെ ഇതാണ് എൻ്റെ മുറ്റത്തുള്ള ആകെയുള്ളൊരു തെങ്ങിൻ തൈ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. എന്തറിയോ, രാവിലെ നമ്മൾ ഞാൻ നട്ട കവുങ്ങ് തെയ്യൊന്നും ചെയ്യിച്ചിട്ട, നട്ടതൊന്നും വളർന്നിട്ട് നടാത്തൊരു സംഭവം താനേ മുളച്ച് വന്നിട്ട് 3-4 കുറേ സാധനം പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചത് നല്ല വെള്ളരിക്കാൻ്റെ ചെടിയാണാവോ. നമ്മൾ ഈ തെങ്ങുത്തേൻ്റെ അടുത്ത് എൻ്റെ തെങ്ങുത്തേയാണ്. അപ്പോൾ തെങ്ങുത്തേ നട്ടെടുത്തിട്ടാകുമ്പോൾ ഞാൻ വേസ്റ്റുകൾ ഞാനിവിടെയാണ് കൊണ്ടിടാറ്. കുറച്ച് വേസ്റ്റ് തെങ്ങുത്തേക്ക് നല്ലതല്ലേ, വളമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് താനേ മുളച്ച് താനേ ഉണ്ടായതാണ്. അപ്പോൾ ഞാൻ നട്ട കവുങ്ങത്തേക്ക് അതേ ചത്തുപോയി. അപ്പോൾ നടാത്ത താനേ ഉണ്ടായതൊക്കെ വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പിടിച്ച വെള്ളരിക്ക ഞാൻ കാണിച്ചുതരാം ഗൈസ്. ഇവിടെ ഒരിക്കലും ഞാൻ വെള്ളരിക്കാൻ്റെ വിത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളച്ച് വന്നതാണ്. അതാ നമ്മുടെ വെള്ളരിക്ക ഇത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ വെള്ളരിക്ക ഒരു 4-5 എണ്ണം പിടിച്ചിട്ടുണ്ടാവും. പിന്നെ കുഞ്ഞെണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതാ ഒന്ന് അവിടെയുണ്ട്, ഒന്ന് ഇതാ അവിടെയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളരിക്ക പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്തിൻ്റെ ചെടിയാണെന്ന് നമുക്കറിയില്ല, ഒരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വെട്ടിയാതെ അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തെങ്ങുതൈ മാത്രമാണ് ഉള്ളത്. അപ്പം മുറ്റം കുറവായതുകൊണ്ട് ഞാൻ നമ്മളെ ചായ വെച്ച് കുടിക്കലാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അതായത് ഒരു 3 ദിവസമായിട്ട് ഞാൻ കട്ടനാണ് രാവിലെ കുടിക്കാറ്. എന്താ വെച്ചാൽ എനിക്ക് ഇച്ചിരി കഫത്തിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പോൾ കട്ട കുടിക്കും. കട്ടൻ ചായക്ക് ഒന്നാമത് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ നമ്മളതായത് സാഫ്രോൺ ടീ ആണോ, നല്ല കുങ്കുമം മണക്കുന്ന ചായ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതായതുകൊണ്ട് ഞാൻ കട്ടൻ ചായ കുടിക്കുക. അത് നല്ല കുങ്കുമത്തിൻ്റെ ഒരു മണമൊക്കെ വരാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റിൻ്റെ ഒരു ടീ പൗഡറാണ്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് തന്നതാണ്. അപ്പം അതിന് ഞാൻ രാവിലെ തന്നെ നമ്മൾ കട്ടന് കുടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അലക്കാനും തുടയ്ക്കാനും കറി വയ്ക്കാനും ഒപ്പം ചൂടാനും എന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കോളം ജോലിയായില്ലേ. അങ്ങനെ നമ്മുടെ കട്ടന് റെഡിയാണ് ഗൈസ്. കട്ടൻ റെഡിയാണ്. പിന്നെ ഞാൻ എന്നും ചായ കുടിക്കുന്ന സ്ഥലം, എൻ്റെ സ്ഥലം ഉണ്ടാവും ഇവിടെ ഇരുന്ന് ഞാൻ ചവിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടാവും. രാത്രിയാകുമ്പോൾ പൂച്ചൊക്കെ വന്ന് കിടക്കുന്നതിന് ഞാൻ രാത്രിയാകുമ്പോൾ അത് അവിടെ ഇടും. ഇപ്പം ഞാൻ താഴെ ഇടും. അപ്പം അങ്ങനെ എൻ്റെ സ്ഥിരമുള്ള സ്ഥലത്ത് ഞാൻ ചായ കുടിക്കാനുള്ള നല്ലതാണ്. നമ്മളെ വ്യൂസൊക്കെ, കാടുകളും ചെടികളൊക്കെ നോക്കി, കാടുകൾ നോക്കിയല്ല, അതായത് മരങ്ങൾ നോക്കി, നല്ല പക്ഷികളുടെ ശബ്ദം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കും. പിന്നെ ചായക്കൂട്ടത് പൂരിയാണ്. അപ്പോൾ രാത്രി ഞാൻ ചുട്ട പൂരിയാണ്. അപ്പോൾ രാത്രിയത്തെ പൂരി രാവിലെ വെറും ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ്, നമ്മുടെ ഒരു അടറൈറ്റമായ പഴമുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ വെച്ചിട്ടാകുമ്പോൾ പിന്നെയും തിന്നാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് കുറേയൊന്നും തിന്നൂല, 2-3 സ്പൂണെങ്കിലും തിന്നും. അങ്ങനെ കുറച്ച് തിന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ. പിന്നെ എൻ്റെ ചെറിയ മോനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ബെല്ലം കൊണ്ടുണ്ടാക്കിയപ്പോൾ നല്ല പാങ്ങുണ്ട്, നല്ല മണ്ണായിരുന്നു. അപ്പം ഇതും കൂടി എൻ്റെ ചായക്ക് ഇപ്പോൾ വേണം, ചായക്ക് കൂട്ടാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബായ്.